തിരുവചനം തിരുവചനം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജ്ഞാന പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വചനം. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ പ്രത്യേകതയെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരു IT യുഗത്തിലാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ്. ഒരു വിവര വിസ്ഫോടന യുഗമാണ്. ആശയവിനിമയത്തിൻ്റെ ഒരു ആഗോള ഗ്രാമത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതായത് മനുഷ്യ സമൂഹം ഇന്ന് ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, വിവരങ്ങളുടെ വിസ്ഫോടനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരങ്ങളുടെ വിസ്ഫോടനം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏത് സ്വീകരിക്കണം, ഏത് തിരിച്ചറിയണം, ഏതിനെ തള്ളിക്കളയണമെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു അസ്വസ്ഥത. ഇൻഫർമേഷനിലൂടെ ധാരാളം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ഒരു കൺഫ്യൂഷൻ ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് വചനം പറയുകയാണ്, തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുകയാണ്, ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ആപ്തവാക്യം പോലെ തന്നെ ഏത് തിരഞ്ഞെടുക്കണം, ഏതാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു അസ്വസ്ഥതയിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിലാണ് കത്തോലിക്കാ സഭ വളരെ മനോഹരമായ രീതിയിൽ ഈ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെ എങ്ങനെ നമ്മൾ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം, അതോടൊപ്പം തന്നെ അതിൻ്റെ നശീകരണ ശക്തിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയണമെന്ന് വളരെ മനോഹരമായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് അമോറിസ് ലെറ്റീസിയ എന്ന് പറഞ്ഞ കുടുംബം സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന അപ്പസ്തോലിക ലേഖനത്തിലെ 274-ാമത്തെ നമ്പറിൽ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാനുഷിക മൂല്യങ്ങളുടെ ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത് കുടുംബമാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്നുമാണ് ശരിയായ രീതിയിൽ ആശയവിനിമയത്തിൻ്റെ ആദ്യ സ്ഥലം എന്ന് പറയുന്നത് കുടുംബമാണ്. മാധ്യമങ്ങളെ സഭയൊരിക്കലും തള്ളിക്കളയുന്നില്ല. ചിലപ്പോഴെങ്കിലും ചില വിമർശകർ സഭയ്ക്കെതിരായിട്ട് ഉന്നയിക്കുന്ന വലിയൊരു വിമർശനമാണ് കത്തോലിക്കാ സഭ മീഡിയയ്ക്കും മാധ്യമങ്ങൾക്കും എതിരാണ് എന്നുള്ളത് ശരിയായൊരു കാഴ്ചപ്പാടല്ല. സഭ അക്കമിട്ട് നിരത്തുന്നുണ്ട്. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന, കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന പല ഉപകാരങ്ങളിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ആശയവിനിമയത്തിൻ്റെ തലമാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ, വിദൂരതയിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്താനായിട്ട് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ ഇന്ന് തീർച്ചയായിട്ടും ഉപകാരപ്രദമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആശയവിനിമയത്തിൻ്റെ തലം ഒന്നാമത്തേത്. രണ്ടാമത്തേത് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കിന്നറിയാൻ സാധിക്കും, ഇന്ത്യ ടുഡേ, ഇന്ത്യ ടുമോറോ എന്നൊരു വ്യാഖ്യാനം കൊടുക്കാറുണ്ട് IT-ക്ക്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരസാങ്കേതിക വിദ്യ അതിന് നന്മയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യ ടുഡേ, ഇന്ത്യ ടുമോറോ, ഇന്നത്തെ ഇന്ത്യയും നാളത്തെ ഇന്ത്യയും രൂപപ്പെടുത്താനായിട്ട് ഈ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ ഫലങ്ങൾ നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അതുപോലെ തന്നെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെയുള്ള ഏകാന്തതയും അസ്വസ്ഥതയൊക്കെ ഒരു പരിധിവരെ മാറ്റാനായിട്ട് ഇതുപോലുള്ള സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ മീഡിയയുടെ നല്ലതായിട്ടുള്ള ഉപയോഗം, ഒരു മീഡിയ എഡ്യൂക്കേഷൻ, ഒരു മീഡിയ ലിറ്ററസി, ഒരു മാധ്യമ പരിശീലനമാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സഭ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടി, ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വിവേചനാശക്തിയോടുകൂടി, വിവേചന ബുദ്ധിയോടുകൂടി വേണം ഈ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെ ഉപയോഗിക്കുവാനായിട്ട്. പ്രത്യേകിച്ച് പല അവസരങ്ങളിലും മാധ്യമ സന്ദേശത്തെ നമ്മൾ വിമർശനാത്മകമായി സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് പലതരത്തിലുള്ള അപകടങ്ങൾ, പ്രത്യേകിച്ച് കുടുംബത്തെയും കുടുംബ മൂല്യങ്ങളെയും അത് പല വിധത്തിൽ തകർക്കുന്നതായിട്ടുള്ള ചില മുന്നറിയിപ്പുകളും സഭ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്.
ചില പരിപാടികൾ അതുപോലെ തന്നെ പരസ്യ രീതികളൊക്കെ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും വിപരീത സ്വാധീനം ചെലുത്തുന്നതായിട്ട് നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. കാരണം നമ്മളിന്ന് ജീവിക്കുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് ഒരു കമ്പോള സംസ്കാരമാണ്. കമ്പോള സംസ്കാരം എന്ന് പറയുന്നാൽ അതായത് ചന്തയുടെ തത്വശാസ്ത്രമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ഒരു വസ്തു എങ്ങനെ വിൽപ്പനയ്ക്കുള്ള ഉൽപ്പന്നമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. നല്ല പരസ്യങ്ങൾ കൊടുത്ത് ക്വാളിറ്റി ഇല്ലെങ്കിലും ക്വാണ്ടിറ്റിയുടെയും മറ്റേതെങ്കിലും വിധത്തിൽ അതിനെ മാർക്കറ്റിൽ ഒരു ഉൽപ്പന്നമാക്കി മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മനുഷ്യ വ്യക്തിയെ തന്നെ വിൽപ്പനയ്ക്കുള്ള ഉൽപ്പന്നമായിട്ട് ഒരു പ്രോഡക്റ്റായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിൽ വ്യക്തി വസ്തുവല്ല, വ്യക്തിയെ വസ്തുവായി കാണാതിരിക്കാനുള്ള പ്രാപ്തിയും ഉൾബോധവും വിശ്വാസവും വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹാവിങ് ഉള്ളത്, എനിക്കുള്ളതൊക്കെ മറ്റുള്ളവരെ കാണിക്കാനായിട്ട്, വാങ്ങിച്ചാലേ ഞാനുള്ളൂ, കാണിച്ചാലേ ഞാനുള്ളൂ എന്നുള്ള ഈ സമൂഹത്തിൻ്റെ ട്രെൻഡിനെ തിരിച്ചറിയണമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കുടുംബമൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മളിന്ന് ചിലപ്പോഴെല്ലാം നമ്മുടെ മീഡിയയിലൂടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഡിജിറ്റൽ പൊള്യൂഷൻ എന്നാണ് ഇന്ന് സമൂഹം തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഡിജിറ്റൽ പൊള്യൂഷൻ അതായത് മാധ്യമ മലിനീകരണം, മനസ്സിൻ്റെ മലിനീകരണം, വികലങ്ങളായ ആശയങ്ങൾ, മുറിവുകൾ സൃഷ്ടിക്കുന്നു. അതായത് മീഡിയയിലൂടെ സൃഷ്ടിക്കുന്ന ഒരു ലോകമുണ്ട്. സാധാരണ ലോകത്തു നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജീവിത ദർശനമാണ് ചിലപ്പോഴെല്ലാം അവിടെ കൊണ്ടുവരിക. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ യുവജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ് സ്നേഹസങ്കല്പങ്ങളെ സംബന്ധിച്ചുള്ള സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെ വരുന്ന പല സന്ദേശങ്ങളും ശരിക്കും അതായത് മാനുഷികമോ ആത്മീയമോ ആയ അടിത്തറയിൽ നിന്നുകൊണ്ട് ഉള്ളതല്ല. യാഥാർത്ഥ്യബോധത്തെ തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രണയ സങ്കല്പങ്ങൾ, യാഥാർത്ഥ്യബോധത്തെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വെർച്വൽ വേൾഡ്, ഒരു ഇലക്ട്രോണിക് വേൾഡ്, ഒരു മാധ്യമ സൃഷ്ടിയായിട്ട് ചിലപ്പോഴൊക്കെ രൂപപ്പെട്ടു വരുന്ന കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പ്രണയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ യുവജനങ്ങളെ വളരെയധികം ഇന്ന് കൺഫ്യൂഷനിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പലപ്പോഴും മീഡിയയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു പ്രണയമെന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വ്യക്തിയെ പേടിപ്പിച്ച് എന്നിലേക്ക് അടുപ്പിക്കുന്നത് പ്രണയമല്ല. നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും അല്ലെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നമ്മിലേക്ക് അടുപ്പിക്കുന്നത് ഒരിക്കലും പ്രണയമല്ല. ഇനി മറ്റൊരു വ്യക്തി എവിടെന്നെങ്കിലുമൊക്കെ രക്ഷപ്പെടാനായിട്ട് ഞാൻ സ്നേഹം അഭിനയിക്കുന്നു, പ്രണയം അഭിനയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ കൂടെ കൂടുന്നതും പ്രണയമല്ല. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടിയെത്തുന്നത് പ്രണയമല്ല. അതുപോലെ തന്നെ മറ്റൊരാളുടെ കുടുംബം, സമുദായം ഇതിനെയെല്ലാം തള്ളിപ്പറന്ന് നശിപ്പിച്ച് ഇത്രയും കാലം ജന്മം നൽകിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം കണ്ണിൽ കണ്ണുനീര് നിറച്ച് ഒരു സമുദായത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജന്മം നൽകിയ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടും നൊമ്പരപ്പെടുത്തിയിട്ടും ഇറങ്ങി ഓടുന്നതും പ്രണയമല്ല. അതുപോലെ തന്നെ വേറെ ചിലർ തെറ്റായൊരു കാഴ്ചപ്പാട്, ഈ വിധയം ഇത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്തേക്കാവുന്ന, ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നതും ഒരുമിച്ച് കടലിച്ചാടി മരിക്കുന്നതൊന്നും പ്രണയമല്ല. അതുപോലെ തന്നെ പ്രതികാരം ചെയ്യുക, നമ്മൾ ചിലപ്പോഴെങ്കിലുമൊക്കെ കാണാറുണ്ട്. എത്രയോ നമ്മുടെ സമൂഹത്തിൽ എത്രയോ പെൺകുട്ടികൾ ഇതിൻ്റെ ഇരയായി തീർന്നിട്ടുള്ളതാണ്. നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആസിഡ് ഒഴിക്കുക, ആക്രമണം നടത്തുക, കുടുംബത്തെ തകർക്കുക, നശിപ്പിക്കുക, ജീവിക്കാനായിട്ട് അവകാശം കൊടുക്കാതിരിക്കുക, സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിൽ തന്നെ തേജോവധം ചെയ്യുക, ഈ തരത്തിൽ നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ നശിപ്പിക്കുക എന്ന് പറയുന്നതും ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വികൃതമായിട്ടുള്ള ഒരു മാധ്യമ സന്ദേശമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രണയമെന്ന് പറയുന്നത് ശരീരകേന്ദ്രിതമാണ്. ശരീരകേന്ദ്രിതമാണെന്ന് പറയുന്ന വളരെ വികലമായ ബോഡി ഫോക്കസ്ഡ് ബ്യൂട്ടി, ക്യാരക്ടർ ഫോക്കസ്ഡ് ബ്യൂട്ടി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ബോഡി ഫോക്കസ്ഡ് ബ്യൂട്ടി ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വികലമായ ഒരാശയമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് ആ വ്യക്തിയുടെ കുടുംബത്തെയും ഭാവിയെയും നിശ്ചയിക്കുന്നത്. യുവർ ക്യാരക്ടർ ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ. അത് സയൻസാണ്, അത് വിശ്വാസമാണ്. അതിനു പകരം ശാരീരികമായ ഏതെങ്കിലും പ്രത്യേകത, ആ പ്രത്യേക ചില സൗന്ദര്യ ലക്ഷണങ്ങൾ, ശരീരത്തിൻ്റെ ചില പ്രത്യേകതകൾ മാത്രമാണ് അതായത് പ്രണയം എന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്ന വികലമായൊരു കാഴ്ചപ്പാടുമുണ്ട്. എന്നാൽ നമ്മൾ എന്താണ് ശരിക്കും ഇതിൻ്റെ കാഴ്ചപ്പാട് ശരിക്കും മനസ്സിലാക്കേണ്ടത്? സഭ എന്താ പറയുന്നത്? സഭ ഒരിക്കലും പ്രണയത്തെ തിരസ്കരിച്ചിട്ടില്ല. കത്തോലിക്കാ സഭയുടെ പ്രണയസങ്കല്പങ്ങൾ അതായത് ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് വളർന്നവർക്കും വലുതായവർക്കുമാണ് ശരിക്കും പ്രണയിക്കാനായിട്ട് സാധിക്കുക. അതായത് കത്തോലിക്കാ സഭയിലെ വിവാഹം എന്ന കൂദാശയിൽ വിവാഹിതരാകുന്ന വരനും വധുവും വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ച് ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്.
യഥാർത്ഥത്തിൽ സഭയുടെ പ്രണയ മന്ത്രം അതാണ്. ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞങ്ങൾ ഒരുപോലെ കഴിഞ്ഞുകൊള്ളാം. അത് പ്രണയം എന്ന് പറയുന്നത് സമ്പത്തിൽ മാത്രം കഴിയാനുള്ളതല്ല. സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരുപോലെ സംസ്കൃത മൂലത്തിൽ പറയാറുണ്ട്. പ്രണയം എന്ന് പറയുന്നത് പ്രാണസ്യ ഇയം പ്രണയം, പ്രാണനോട് ചേർന്നിരിക്കുന്നത്, പ്രാണനെ ചേർത്ത് വയ്ക്കുന്നത്. അതായത് ഒരു ജീവനെ അതിൻ്റെ ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ആത്മീയ തലത്തിലും ആ ജീവനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പക്വതയിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തി പ്രണയിക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, പ്രണയത്തിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. വിവാഹത്തിലൂടെയും കുടുംബത്തിലൂടെയും പ്രണയം പൂത്തുലയുകയാണ്. അതുകൊണ്ട് അവിവാഹിതരായ രണ്ട് ചെറുപ്പക്കാർ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തെ, അതുകൊണ്ടാണ് കത്തോലിക്ക സഭ അതിനെ തിരസ്കരിക്കുന്നത്. അത് പ്രണയമല്ല. വളർന്നവർക്കും വലുതായവർക്കും മാത്രമുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രണയം. അത് പക്വതയുള്ളതാണ്. ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അത് ബഹുമാനിക്കുന്നതാണ്, ആദരിക്കുന്നതാണ്. മറ്റൊരാളുടെ കുടുംബത്തെ തകർത്ത്, മറ്റൊരു സമുദായത്തെ തകർത്ത്, മാതാപിതാക്കളുടെ കണ്ണിൽ കണ്ണുനീര് നിറച്ച് സഹജീവികളെയും മറ്റുള്ളവരെയും നശിപ്പിച്ചുകൊണ്ടുള്ള ഒന്നും പ്രണയമല്ല. പ്രണയത്തിൽ ദുഷ്ടലാക്കില്ല. മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വളരെ പ്രത്യേകത ഇതായിരുന്നു. പ്രണയത്തിൽ പലപ്പോഴും ദുഷ്ടലാക്കുകൾ കുറവാണ്. ഇന്ന് പ്രണയത്തെ പലപ്പോഴും അഭിനയത്തിൻ്റെ തലത്തിലേക്ക്, ഫേക്കായിട്ടുള്ള, അതായത് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ ആരെങ്കിലും ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെടുകയും ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയും അത് പ്രണയമാണെന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന ദുഷ്ടലാക്കുകൾ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ വളരെയധികം കടന്നു വന്നിരിക്കുകയാണ്. ഈ തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യബോധത്തിൽ ഊന്നാത്ത ഒരു പ്രണയസങ്കല്പത്തെ ഒരിക്കലും കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് പ്രണയം വിശുദ്ധമാണ്, അത് ദൈവികമാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. എല്ലാ പ്രണയത്തിലും ഒരു വേദനയുണ്ട്, എല്ലാ പ്രണയത്തിലും ഒരു നൊമ്പരമുണ്ട്. ലവ് റൂട്ടഡ് ഇൻ പെയിൻ. അതുകൊണ്ട് അത് മനസ്സിലാക്കാതെ സമ്പത്തിലുള്ളവരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരെ മാത്രം സ്നേഹിക്കുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടലാക്കോടുകൂടി മറ്റൊരു വ്യക്തിയെ സമീപിക്കുന്നത് പ്രണയമല്ല. അത് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നുപോലെ ദൈവത്തോടൊത്തുള്ള യാത്രയാണ്. പ്രണയം തന്നെയായ ദൈവത്തോടൊത്തുള്ള യാത്രയാണ്, ദൈവത്തിലേക്കുള്ള യാത്രയാണ്. അതാണ് കത്തോലിക്ക സഭയുടെ നിലപാടും ദൈവികമായിട്ടുള്ള വെളിപ്പെടുത്തലും നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് പ്രണയത്തെ അശുദ്ധമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, വളരട്ടെ, പ്രായമാകട്ടെ, യുവജനങ്ങളോട് പറയും, നിങ്ങൾ പഠിക്കുക, ഒരു നല്ല ജോലി നേടുക, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് സാധിക്കുക. ഒരു വ്യക്തിയെ, ജീവിത പങ്കാളിയെ അവരുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ എന്ന് നിനക്ക് ഭാഗമാകുന്നുവോ, എന്ന് നീ പക്വമാകുന്നുവോ, അന്ന് തൊട്ട് നിനക്കൊരു വ്യക്തിയുമായി ഒരു ജീവിതം, ഒരു കുടുംബജീവിതത്തിന് സഭയും സന്നദ്ധമാണ്, കുടുംബ മാതാപിതാക്കളും സന്നദ്ധമാണ്. ഇത് തിരിച്ചറിയാതെ മാധ്യമങ്ങളിലൂടെ മാത്രം കാണുന്ന വിധത്തിൽ, സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൊക്കെ കാണുന്ന അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രണയത്തെ കത്തോലിക്ക സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് പ്രണയത്തെ അതിൻ്റെ ഗൗരവത്തിലെടുക്കണമെന്നും അതിൻ്റെ പിന്നിലുള്ള ചതിക്കുഴികളെ തിരിച്ചറിയണമെന്നുമാണ് സഭ ഇന്ന് യുവജനങ്ങളെ പ്രത്യേകമായിട്ട് ബോധവൽക്കരിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും പറയുന്നത്, പ്രണയത്തെപ്പറ്റി വളരെ മനോഹരമായ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, അത് വിശുദ്ധമാണ്, ദൈവികമാണ്, അശുദ്ധമാക്കരുത്. അതുകൊണ്ട് പഠനം വേണം, ഒരു കരിയർ വേണം, അതോടൊപ്പം തന്നെ ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പോകുന്നു മാത്രമേ അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടലാക്കോടുകൂടി നേട്ടത്തിൽ നോട്ടം വെച്ചുകൊണ്ടുള്ള സമീപന രീതി പ്രണയത്തിലില്ല. പ്രതികാരം ചെയ്യുന്നതും ദുഷ്ടലാക്കോടുകൂടി ഒരു വ്യക്തിയെ സമീപിക്കുന്നതും പ്രണയമല്ല. പ്രാണസ്യ ഇയം പ്രണയം, പ്രാണനെ പ്രാണനോട് ചേർത്ത് വെക്കുന്നതാണ്. അതിന് ഭൗതിക വളർച്ച ആവശ്യമുണ്ട്, പ്രായപ്പൊരുത്തം ആവശ്യമുണ്ട്, ശരീരപ്പൊരുത്തം ആവശ്യമുണ്ട്, ഒരു സൗന്ദര്യപ്പൊരുത്തം ആവശ്യമുണ്ട്, ഒരു സാമ്പത്തിക പൊരുത്തം ആവശ്യമുണ്ട്, ഒരു വിദ്യാഭ്യാസ പൊരുത്തം ആവശ്യമുണ്ട്, ഒരു വിശ്വാസപ്പൊരുത്തം ആവശ്യമുണ്ട്, ഒരു കുടുംബ പൊരുത്തം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞത്, കുലവറിഞ്ഞ് പെണ്ണെടുക്കാവൂ, കുലവറിഞ്ഞ് ആണെടുക്കാവൂ എന്നുള്ളത്. കാരണം ഷർട്ട് പോലെ മാറാവുന്നതല്ല, 2 മാസത്തെ പ്രണയം കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം. അത് വിശുദ്ധമാണ്, ദൈവികമാണ്. ഒരു പ്രാണനെ മറ്റൊരു പ്രാണൻ സ്വന്തം എന്ന പോലെ സ്വീകരിക്കാനും കൊടുക്കാനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് സെൽഫ് ഡൊണേഷനാണ്, അല്ലാതെ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല. എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കാരണം എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് പ്രണയമേ അല്ല, അത് ഉപഭോഗമാണ്. ഇന്നത്തെ കമ്പോള സംസ്കാരത്തിൽ ഉപയോഗിച്ച് ഉപേക്ഷിക്കുക എന്നുള്ളത്, യൂസ് ഇറ്റ് ആൻഡ് ത്രോ ഇറ്റ് അവേ എന്നാണ്. നമ്മുടെ ധാരാളം ചെറുപ്പക്കാരായ കുട്ടികൾക്ക്
ചിലപ്പോഴെല്ലാം ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിച്ച് അവർ ഈയാമ്പാറ്റകളെ പോലെ ജീവിതത്തിൽ തകർന്നടിഞ്ഞ ഒത്തിരിയേറെ അനുഭവങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്നേഹം പരിശുദ്ധമാണ്, ദൈവികമാണ്. വിജ്ഞാന പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ തന്നെ ഉത്തമഗീതത്തിൽ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2-ാം അധ്യായം 7-ാമത്തെ വചനം, സമയമെത്തും മുമ്പേ പ്രണയത്തെ ഉണർത്തരുത്. സമയമെത്തും മുമ്പേ പ്രണയത്തെ ഉണർത്തരുത്. ശാരീരിക പക്വത, സൗന്ദര്യ പക്വത, മാനസിക പക്വത, വിദ്യാഭ്യാസ പക്വത, ഈ തരത്തിൽ പക്വതയും പാകതയും എത്തിക്കഴിയുന്ന അവസരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ജീവനെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുവാനും സുഖദുഃഖങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും സാധിക്കുമ്പോഴാണ് പ്രണയമായി മാറുന്നത്, ദൈവികതയുടെ നിഴലാട്ടമായി മാറുന്നത്. അല്ലാത്തതൊന്നും സ്നേഹമല്ല, അല്ലാത്തതൊന്നും പ്രണയമല്ല. അതുകൊണ്ട് ഈ മീഡിയയിലൂടെ നൽകുന്ന ഈ സ്നേഹ സന്ദേശത്തെ, പ്രണയ സന്ദേശത്തെയൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ വിവേചനാബുദ്ധിയോടുകൂടി തിരിച്ചറിയുന്നില്ലെങ്കിൽ വലിയ അപകടങ്ങൾ നമ്മുടെ മുൻപിൽ പതിയിരിക്കുന്നു എന്നുള്ള വലിയൊരു സത്യം. ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് വിവാഹബോധങ്ങളുടെയും പിന്നിലുള്ള കാരണം ഈ എടുത്തുചാട്ടത്തോടുകൂടി ശരീര സൗന്ദര്യം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം മാത്രം നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടം വെച്ചുകൊണ്ടുള്ള എല്ലാ വിവാഹങ്ങളും ദൈവം ഒന്നിപ്പിക്കുന്നതല്ല. അതുകൊണ്ടാണ് സഭയും വചനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം യോജിപ്പിക്കുന്നത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും പ്രണയിക്കാനാവില്ല. കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും പ്രണയിക്കാനാവില്ല. സുഖവും ദുഃഖവും പങ്കിടണമെങ്കിൽ ദൈവകൃപയുണ്ടാകണം, ദൈവിക ജ്ഞാനം ലഭിക്കണം, ദൈവിക വെളിച്ചം ലഭിക്കണം. ദൈവിക ശക്തി കിട്ടിയെങ്കിൽ മാത്രമേ വേദനകളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തതൊന്നും പ്രണയമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഉത്തമഗീതം 2-ാം അധ്യായം 7-ാമത്തെ വചനം, സമയമെത്തും മുമ്പേ പ്രണയത്തെ ഉണർത്തരുത്. മാതാപിതാക്കൾ മക്കളോടും സഭ എന്ന അമ്മ, മാതൃത്വം അധിഷ്ഠിത മാതാവും ഗുരുനാഥയുമായ അമ്മ സഭയിലെ മക്കളോട് പറയുകയാണ്, സമയമെത്തും മുമ്പേ പ്രണയത്തെ ഉണർത്തരുത്. ഈ വചനത്തിൻ്റെ ആഴവും അർത്ഥവും പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.